ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജുക്ലാൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് GST ആണ്. എന്താണ് GST, എന്തിനാണ് നമ്മൾ GST കൊണ്ടുവന്നിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് GST, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ GSTയുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ GSTനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് GST, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്റ്റ് ടാക്സ് എന്താണോ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന ബർഡൻ മറ്റൊരാളിലേക്ക് മാറുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ അടുത്ത പോയിൻ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അതായത് ഈ GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഈ GST ഏത് സ്ഥലത്താണോ വിൽപ്പന നടക്കുന്നത് ആ സംസ്ഥാനത്തിനാണ് ഈ ടാക്സ് ലഭിക്കുക. അതുകൊണ്ടാണ് ഇത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്. അടുത്ത പോയിൻ്റ്, ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 1 ജൂലൈ 2017. 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിലവിൽ വന്നത്. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. നമുക്കറിയാം GST നിലവിൽ വരുന്നതിന് മുമ്പ് ഓരോ സംസ്ഥാനത്തിനും ഓരോരോ ടാക്സുകളും ഓരോരോ റേറ്റുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകീകരിച്ചുകൊണ്ട് 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. അതിൻ്റെ മോട്ടോ ആണ് 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വൈ GST, എന്തുകൊണ്ട് GST? നമ്മൾ ഇത്രയും കാലം ഒരു ടാക്സ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒക്കെ മാറ്റി നമ്മൾ GST എന്തിന് കൊണ്ടുവന്നു? അപ്പോൾ അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ 2 പ്രശ്നങ്ങളായിരുന്നു ഇതിൻ്റെ GSTൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GST മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ 2 പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കാസ്കേഡിങ് എഫക്റ്റ്. കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് അപ്പോൺ ടാക്സ്, ടാക്സിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും ടാക്സ് കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ടാക്സ് ഓൺ ടാക്സ് ആണ് കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോ യൂണിഫോമിറ്റി ഇൻ പ്രൈസ്. അതായത് ഒരേ സെയിം പ്രൊഡക്റ്റിന് തന്നെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പല പല വിലയാണ് ഉണ്ടാവുക. കാരണം ഓരോ സ്റ്റേറ്റും ഓരോരോ ടാക്സ് റേറ്റ് ആണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. വാറ്റ് ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ ഒരു 10% വാറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുകയാണെങ്കിൽ സെയിം പ്രൊഡക്റ്റിന് ചിലപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ 12% ഉണ്ടാവും. അപ്പോൾ സെയിം പ്രൊഡക്റ്റിന് ഒരു വ്യത്യാസം പോലും ഇല്ലാത്തൊരു പ്രൊഡക്റ്റിന് നമ്മൾ 2 സ്ഥലത്ത് 2 പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അത് മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് ഈ GST കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് കാസ്കേഡിങ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നെ കണ്ടില്ലേ. ഒന്ന് ഫസ്റ്റത്തെ പറയുന്നത് ബിഫോർ GST വരുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണ് ആദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ GST വന്നതിന് ശേഷമുള്ള മാറ്റത്തിലേക്ക് നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ബിഫോർ GST. ഇതാ പ്രൊഡ്യൂസറാണ്. ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് എപ്പോഴും പ്രൊഡ്യൂസറാണല്ലോ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ റോ മെറ്റീരിയൽസ് വാങ്ങി ഒരു പ്രൊഡക്റ്റ് 50 രൂപയ്ക്ക് അയാൾ നിർമ്മിച്ചു. അതായത് അയാൾ 50 രൂപ മൊത്തം ചിലവായിട്ട് അയാൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അയാൾ വിചാരിക്കുകയാണ് ഒരു 50 രൂപ പ്രോഫിറ്റും കൂടി അയാൾക്ക് കിട്ടണം.
അപ്പോൾ 50 രൂപ സാധനത്തിൻ്റെ പൈസയും പിന്നെ 50 രൂപ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് 100 രൂപയ്ക്ക് അയാൾ ആർക്ക് ഹോൾസെയിലർക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഹോൾസെയിലർക്ക് വിൽക്കുകയാണെങ്കിൽ ടാക്സ് കൊടുക്കണം, അതായത് സെയിൽസ് ടാക്സ്. ഇപ്പോൾ ഇയാൾ മറ്റേയാൾക്ക് വിൽക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് സെയിൽസ് ടാക്സ്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുക. അങ്ങനെ 10% നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഇയാൾ 100 രൂപേൻ്റെ സാധനം ഹോൾസെയിലർക്ക് വിൽക്കുന്ന സമയത്ത് ടാക്സ് കൊടുക്കണം, 10% കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 50 രൂപയും പിന്നെ 50 രൂപ പ്രോഫിറ്റും, ഈ 50 രൂപയും കൂടി 100 രൂപയ്ക്ക് അയാൾ 10% ടാക്സ് കൂട്ടി കഴിഞ്ഞാൽ 10 രൂപ. അപ്പോൾ അയാൾ 110 രൂപയ്ക്ക് അയാൾ ഹോൾസെയിലർക്ക് വിറ്റു, ഉറപ്പായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഹോൾസെയിലർ എന്ത് ചെയ്തു വെച്ചാൽ അയാൾ റീറ്റെയിലർക്ക് ഒരു 10 രൂപ പ്രോഫിറ്റ് അയാൾ ഇട്ടു. അതായത് 110 + 10 120 രൂപയ്ക്ക് അയാൾ റീറ്റെയിലർക്ക് വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാകുമ്പോൾ അയാൾ പിന്നെയും സെയിൽസ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ 120 രൂപേൻ്റെ മുകളിലാണ് അയാൾ പിന്നെ 10% കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സ് എത്ര വന്നു? 12 വന്നു. അപ്പോൾ ടോട്ടൽ 132 എന്നിട്ട് ഇതേ ഹോൾസെയിലർ തന്നെ ഇനി റീറ്റെയിലർ തന്നെ, ഈ റീറ്റെയിലർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അയാൾ 132 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് ഒരു 10 രൂപയും കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 142 ഈ 142ൻ്റെ 10% കണ്ടെത്തി ടോട്ടലാകുമ്പോഴത്തേ 156.2 ആവും. ഈ 156.2 രൂപയ്ക്കാണ് കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ എന്താണ് ഇതിലുള്ള പ്രശ്നം എന്ന് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ 100 രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുത്തതാണ്. ഇതേ 100 രൂപ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും 100 രൂപ വരുന്നുണ്ട്. ഇതേ സെയിം രൂപയ്ക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട് എങ്കിലും പിന്നെ ഇതേ പൈസയ്ക്ക് ഇയാൾ പിന്നെയും ഇങ്ങനെ ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കൊടുത്ത എമൗണ്ടിൻ്റെ ടാക്സ് അതിൻ്റെ മുകളിൽ തന്നെ പിന്നെയും ടാക്സ് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇത്. അങ്ങനെയായിരുന്നു പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നിരുന്നു. അതായത് ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുത്ത് അതിൻ്റെ പ്രൈസ് MRP വളരെയധികം കൂടിയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ GST വന്നതിന് ശേഷം നമ്മളെന്താണ് അതിൻ്റെ വ്യത്യാസം നോക്കുക. അതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്നുള്ളത് വ്യക്തമാവും. ഒന്ന് നോക്കാം. ഇതേ അവസ്ഥ തന്നെ പ്രൊഡ്യൂസർ 50 രൂപയ്ക്ക് സാധനം ഉണ്ടാക്കി 50 രൂപ പ്രോഫിറ്റ് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ 10% ടാക്സ് കൊടുക്കണം. അങ്ങനെ ഈ 10% ടാക്സ് എന്ന് പറയുന്നത് ഈ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയ ഈ 50 രൂപയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇയാൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള 10% ആണ് കൊടുക്കേണ്ടത്. അതായത് ഇയാൾ 50 രൂപയ്ക്ക് ഇവിടെ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ, ഈ പ്രോഫിറ്റായ 50 രൂപയ്ക്ക് മാത്രം. അപ്പോൾ ടോട്ടൽ 105 രൂപ. ഈ 105 രൂപയ്ക്ക് ഹോൾസെയിലർ വാങ്ങി, ഹോൾസെയിലർക്ക് 10 രൂപ പ്രോഫിറ്റ് വേണം. അയാൾ പിന്നെയും ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കുന്നത് ഈ 105 രൂപ ഓൾറെഡി ടാക്സ് കൊടുത്ത പൈസയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി കൊടുക്കണ്ട. അപ്പോൾ ഇനി കൊടുക്കേണ്ടത് ഈ 10 രൂപയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ GST കൊണ്ടുവന്നിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാസ്കേഡിങ് എഫക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് GST ആണ്. GST പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഒന്ന് CGST, 2 SGST ഓർ UTGST. അത് രണ്ടും ഏകദേശം സെയിം ആണ്, അതാണ് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ IGST. ഇങ്ങനെ 4 തരത്തിലാണ് GST ഉള്ളത്. CGST ഇതിന് ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് CGSTൻ്റെ ഫുൾ ഫോം. അതായത് SGSTൻ്റെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ അതേപോലെ UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. പിന്നെ IGST അതും ചോദിക്കാറ്, അത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതാണ് ടൈപ്സ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ CGST, SGST. അപ്പോൾ CGST, SGST നോക്കുകയാണെങ്കിൽ ലോക്കൽ സെയിൽസ് വിത്തിൻ സ്റ്റേറ്റ് ആണ് ഇത് രണ്ടും വരുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കി, അതായത് നമ്മൾ കേരളത്തിൽ ഒരു മൊബൈൽ ഉണ്ടാക്കി വിചാരിക്കുക, അത് കേരളത്തിൽ തന്നെയാണ് വിൽക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളിപ്പോൾ
ഫോണിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു 18% GST എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോണ് വിൽക്കുന്ന സമയത്ത്, അത് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിൽ തന്നെ വിൽക്കുന്ന സമയത്താണെങ്കിൽ CGST ആയിട്ട് ഈ 18%-ൻ്റെ പകുതി, അതായത് 9% സെൻട്രലിനും കിട്ടും. SGST ആയിട്ട് ബാക്കി 9% സ്റ്റേറ്റിനും കിട്ടും. അങ്ങനെയാണ് ഈ GST വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനത്ത് ഉണ്ടാക്കി അവിടെ തന്നെ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ CGST SGST ഉണ്ടാവും. അത് നേർ പകുതിയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ GSTയിൽ. UTGST ആണെങ്കിൽ അത് യൂണിയൻ ടെറിട്ടറിയിലുള്ള കാര്യമാണ് പറയുന്നത്. SGST ആണെങ്കിൽ സ്റ്റേറ്റിൽ. പിന്നെ നമ്മൾ നോക്കേണ്ടത് IGST ആണ്. IGST എന്താ വ്യത്യാസം വരുന്നത് വെച്ചാൽ ഇത് സെയിൽസ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. അതായത് നമ്മളിപ്പം കേരളത്തിൽ ഒരു ഫോൺ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഫോണ് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് വിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്, തമിഴ്നാട്ടിലാണ് വിൽക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ അവിടെയാണ് IGST വരുന്നത്. IGSTയിലും ഇതേപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. സെൻട്രലിന് പകുതിയും സ്റ്റേറ്റിന് പകുതിയും അങ്ങനെ തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 സ്റ്റേറ്റ് വരുന്നുണ്ടല്ലോ. കേരളത്തിലുണ്ടാക്കി തമിഴ്നാട്ടിൽ വിൽക്കുന്ന സമയത്ത് കേരളവും ഉൾപ്പെടുന്നുണ്ട്, തമിഴ്നാടും വരുന്നുണ്ട്. ഇതിലേത് സ്റ്റേറ്റിനായിരിക്കും GST കിട്ടുക? അത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഏത് സ്ഥലത്താണോ സെയിൽസ് നടക്കുന്നത് ആ സംസ്ഥാനത്തിനാണ് GST ലഭിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് IGST നടപ്പിലാവുന്ന സമയത്ത് സെൻട്രലിന് 9%, നമ്മൾ എക്സാമ്പിൾ 18%ആണല്ലോ എടുത്ത്, അപ്പോൾ നേർപകുതിയായ സെൻട്രലിന് 9% കിട്ടും. ബാക്കി 9% കിട്ടുക ഈ സെല്ലിംഗ് സ്റ്റേറ്റ് ആയ എവിടെയാണോ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. തമിഴ്നാട്ടിലാണ് നമ്മൾ എക്സാമ്പിളിൽ, തമിഴ്നാടിനാണ് ഈ 9% ടാക്സ് കിട്ടുക. അപ്പോൾ ഈ സമയത്ത് കേരളത്തിൻ്റെ ഒരു നഷ്ടം ഉണ്ടാവുമല്ലോ. സാധാരണഗതിയിൽ ഇതിന് മുന്നേ നിന്നും ഒരു വ്യത്യാസം ഉണ്ടായല്ലോ. കാരണം ആദ്യം GST വരുന്നതിന് മുന്നേ കേരളത്തിന് കിട്ടുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ GST നടപ്പിലാക്കിയതിന് ശേഷം കിട്ടുന്നില്ല. ഈ IGST നടപ്പിലാക്കുന്നതുകൊണ്ട് അത് തമിഴ്നാടിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 5 വർഷത്തേക്കുള്ള ഈ GSTയിൽ വരുന്ന നഷ്ടം നികത്താമെന്ന് സെൻട്രൽ ഗവൺമെൻറ് ഇത് നടപ്പിലാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷത്തേക്ക് എല്ലാ GSTയിൽ ഉണ്ടാകുന്ന എല്ലാ നഷ്ടത്തിനും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് GST മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി നമ്മൾ നോക്കുന്നത് GST റേറ്റ്സ് ആണ്. 5 തരത്തിലുള്ള റേറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് 0%, പിന്നെ 5%, പിന്നെ 12%, പിന്നെ 18%, പിന്നെ 28%. അപ്പോൾ എത്ര റേറ്റ്സ് ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ 5 എണ്ണമാണുള്ളത്. 0% ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതടക്കം 5 റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ GSTയിൽ ഉൾപ്പെടാത്ത 2-3 കാര്യങ്ങളുണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സ്, പെട്രോൾ, ഡീസൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആൽക്കഹോള് ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ഇതിൽ, പിന്നെ ഇലക്ട്രിസിറ്റി, ഇതൊന്നും GSTയിൽ ഉൾപ്പെടാത്ത കുറച്ച് സർവീസസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് GST എന്താണ്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതെന്താണെന്നൊക്കെ നമ്മൾ നോക്കി. IGST പറഞ്ഞ സമയത്ത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണെന്ന് നോക്കി. പിന്നെ മോട്ടോ നോക്കി. പിന്നെ എന്തുകൊണ്ട് GST വന്നു, നമ്മൾ കാസ്കേഡിങ് എഫക്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കി. ഇതൊക്കെ നല്ലോണം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളെ ബേസ് എപ്പോഴും സ്ട്രോങ് ആവും. അപ്പോൾ അറിഞ്ഞ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അത് പിന്നെ ഒരിക്കലും നമ്മളെ മനസ്സിന്നത് പോവില്ല. പിന്നെ ടൈപ്സ് ഓഫ് GST നോക്കി. 4 തരത്തിലുണ്ട്. CGST, SGST, UTGST, IGST. SGSTയും UTGSTയും സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ GSTൻ്റെ റേറ്റ്സ് നോക്കി. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ ക്ലാസ്
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ GSTയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട്, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ്. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കൺസെപ്റ്റും അതിൻ്റെ ടൈപ്സൊക്കെ ഒന്ന് പറഞ്ഞതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്